ബോൺ മാരോ എഡിമയായിട്ട് വന്ന ഒരു പേഷ്യൻ്റ്, മുട്ടിലെ നീരാണ്. അതാണ് ഈ ഡയഗ്നോസ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, ബോൺ മാരോ എഡിമ. അപ്പോൾ അത് 5 ദിവസമായി എൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളിലായി ഇൻറ്റേർണൽ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആയുർവേദം ചെയ്ത് തുടങ്ങിയതിന് ശേഷം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആ എഡിമ ഉള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതിലൊരു ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷമാണ് ഈ അവസ്ഥ വന്നത്. മുൻപ് ഇതിനേക്കാളും വലിപ്പം ഉണ്ടായിരുന്നു. ബോൾ പോലത്തെ ഒരു അപ്പിയറൻസ് ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. ആയുർവേദത്തിൽ ശോഭം എന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യം ഉദ്വർത്തനം, പൗഡർ മസാജാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു വെറൈറ്റി എന്ന നിലയ്ക്ക് കപ്പിംഗ് തെറാപ്പി ചെയ്തു നോക്കുകയാണ്. ഒന്ന് 2 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന കപ്പിംഗ് തെറാപ്പി ആയിരുന്നു വേണ്ടിയിരുന്നത്. ഞാൻ തൽക്കാലം എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പ്രത്യേകിച്ച് ഉദ്വർത്തനം, സ്ഥാനിക ഉദ്വർത്തനം എന്ന് പറയും. സ്ഥാനിക ഉദ്വർത്തനം എന്ന് വെച്ചാൽ ലോക്കൽ ഉദ്വർത്തനം. പൊതുവേ നമ്മൾ അമിതവണ്ണം, പൊണ്ണത്തടിയൊക്കെ ഉള്ളവർക്ക് മൊത്തം പൗഡർ കൊണ്ട് മരുന്ന്, ഉണക്കിപ്പൊടിച്ച പൊടി, അതാണ് ഞാൻ പൗഡർ എന്ന് ഉദ്ദേശിച്ചത്, ചൂർണ്ണം കൊണ്ട് ദേഹം മൊത്തം മസാജ് ചെയ്ത് നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഈ നീര് കുറയ്ക്കാനായിട്ട് ഞാൻ പൗഡർ ചെയ്യുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പൗഡർ മസാജ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് ഉള്ളത്. പൊതുവേ ആയുർവേദത്തിൽ കിഴിപ്രയോഗം, പിന്നെ മസാജ് എന്നൊക്കെ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. പക്ഷേ ഉദ്വർത്തനം, സ്ഥാനിക ഉദ്വർത്തനം, ശോഭ കണ്ടീഷൻ വളരെ എഫക്റ്റീവാണ്. ഞാൻ കാണിച്ചു തരാം. കൊട്ടം ചുക്കാദി ചൂർണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൊട്ടം ചുക്കാദി ചൂർണ്ണമാണ് ഈ നീരുള്ള ഭാഗത്ത്, അതായത് വളരെ പ്രഷർ കൊടുത്ത് വേണം ചെയ്യാൻ. എൻ്റെ ഈ കൈയുടെ ഭാഗം ഈ സ്ഥാനിക ഉദ്വർത്തനത്തിന് ശേഷം ആണ് നമ്മൾ ഈ പൊടിയെല്ലാം തുടച്ച് മാറ്റിക്കഴിഞ്ഞ് എണ്ണ കൊണ്ട് മസാജ് ചെയ്യും. മസാജിന് ശേഷം വേറെ കിഴിപോലത്തെ പ്രയോഗങ്ങളുണ്ട്. ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്, എല്ലാ ദിവസവും ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. ഇനിയിപ്പോൾ ഞാൻ ഇലക്കിഴിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഞവരക്കിഴിയുണ്ട്, പിന്നെ ജാനുവസ്തിയുണ്ട്. ജാനുവസ്തിക്ക് സാധാരണ എണ്ണ ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിന് പ്രത്യേകം തയ്യാറാക്കിയ കഷായം കൊണ്ടാണ് ഇറ്റിച്ചാണ് ജാനുവസ്തി ചെയ്യുന്നത്. ജാനുവസ്തി എന്താണെന്നുള്ളത് വേറൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. നന്ദി, നമസ്കാരം.